ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സെറ്റിൻ്റെ റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് സെറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വുഡ് ഡിഫൈൻഡ് കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് ടു മോൾഡ് ഹിസ് ഓർ ഹെർ മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഐഡിയൽസ് ഇൻ ദ സ്റ്റുഡിയോ. ഓക്കെ, സോ ഈ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. എന്താണ് ഡെഫിനേഷൻ പറയുന്നത്? കരിക്കുലം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയൽസ് യൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസ് മോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? കരിക്കുലം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ് കേട്ടോ. ഓക്കെ, സോ ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ള ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മോൾഡ് ഹിസ് ഓർ ഹെർ മെറ്റീരിയൽസ്. ഇവിടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആരാ? യെസ്, അത് സ്റ്റുഡൻസ് ആണ്, കുട്ടികളാണ്. അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഐഡിയൽസ് ഇൻ ദ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളാണ്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? കരിക്കുലം എന്ന് പറയുന്നത്. എവിടെ? സ്കൂളിൽ. ഓക്കെ, സോ ഇതാണെന്ത്? കരിക്കുലം. അപ്പോൾ ഇത് ആർതർ കന്നിഹത്തിൻ്റെ കരിക്കുലത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഈ ക്ലാസ്സിലെടുത്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും സെറ്റിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചില്ലേ? ഇത് ആരുടെ ഡെഫിനേഷനാണ്? യെസ്, അത് ആർതർ കന്നിഹത്തിൻ്റെ ഡെഫിനേഷനാണ് അല്ലേ. ഓക്കെ, സോ ഡെഫിനേഷൻ ക്ലിയർ അല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? കരിക്കുലം എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു ടൂളാണ് ടു മോൾഡ് ഹിസ് ഓർ ഹെർ മെറ്റീരിയൽസ്. അതായത് സ്റ്റുഡൻസ് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ടൂളാണ് എന്ത്? കരിക്കുലം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു എക്സ്പാൻഷനാണ് കേട്ടോ. എന്തിൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ NPTELൻ്റെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. NPTEL. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് അബ്രിവേഷൻസും എക്സ്പാൻഷൻസും പഠിച്ചു. സോ നമുക്ക് NPTELൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് റോങ് ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട, നമുക്ക് കറക്റ്റ് ആൻസർ മാത്രം നോക്കാം. എന്താണ്? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. എന്താണ് വരിക? ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. സോ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ് NPTEL. പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേറൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, MHRD. എന്താണ് MHRD? അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. എന്താണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇതാണ് എന്ത്? MHRD. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായിരുന്നു NPTEL? അത് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഇനി MHRD എന്ന് പറഞ്ഞാലോ? അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ ദ ടോൾ ഫ്രീ ചൈൽഡ് ലൈൻ നമ്പർ ടു ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ് വിച്ച് ഈസ് ആക്സസിബിൾ ഓൾ ഓവർ ഇന്ത്യ. അപ്പം ഞാൻ ആൻസർ ഓൾറെഡി എഴുതിപ്പോയി. അപ്പോൾ എന്താണ് ഓപ്ഷൻ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ആൻസർ? യെസ്, അത് 1098 ആണ്. അപ്പോൾ ചൈൽഡ് ലൈൻ നമ്പർ, ടോൾ ഫ്രീ ചൈൽഡ് ലൈൻ നമ്പർ എത്രയാണ്? 1098. സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.